നമസ്കാരം. ഗേറ്റ് തുറക്കാൻ ഇനി 9 ദിവസം. നമ്മുടെ അജണ്ടകൾ മാറ്റാൻ സമയമായിരിക്കുന്നു. സെയിൽ കമ്മിറ്റി ആരംഭിക്കുന്നു. അജണ്ടകളിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ, തൊഴിലവസരങ്ങൾ ചിലർ സൃഷ്ടിച്ചു തുടങ്ങുന്നുണ്ട്. ഷിപ്പിംഗ് കമ്പനികൾ ഓരോരുത്തരായിട്ട് അവരുടെ വേക്കൻസികൾ അനൗൺസ് ചെയ്യുന്നു. ഫ്രൈ ബ്രിഡ് ലോജിസ്റ്റിക്സ്, ഷിപ്പ് ഏജൻസി ആൻഡ് പോർട്ട് ഓപ്പറേഷൻ മാനേജർ. നേരത്തെ ശരിക്കും അവർ പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഇതിന് ആവശ്യമുണ്ടോ എന്നുള്ളത്. അവർ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും പുതിയ സൂചനയാണ്. ഓഫീസുകൾ പുതുതായിട്ട് തുറക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കൂടുതൽ ആ തൊഴിലവസരത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ലെറ്ററിലുണ്ടാകും. നമ്മുടെ അജണ്ടകൾ മാറ്റണം എന്ന് പറയുന്നിടത്ത് കാരണം എന്താണ്, നമ്മൾ ഇത്രയും ദിവസം കൗണ്ട് ഡൗൺ ആയിരുന്നല്ലോ. കൗണ്ടിങ് അപ്പായിരുന്നു, കൗണ്ട് ഡൗൺ അല്ല. ഗേറ്റ് തുറക്കാൻ എത്ര ദിവസം എന്നുള്ളതായിരുന്നു. അത് 18-ാം തീയതിയോടുകൂടി അവസാനിക്കുമ്പോൾ നമ്മൾ പുതിയ ചില ആവശ്യങ്ങൾ, പുതിയതല്ല പക്ഷേ വേഗത കൂട്ടേണ്ട ചില ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇനി ഗഹനമായിട്ട് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യണം. നമ്മുടെ കപ്പൽ വരിക, കണ്ടെയ്നർ ഇറക്കുക മാത്രമല്ല, നാട്ടിൽ ചലനങ്ങൾ ഉണ്ടാക്കാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ. ബങ്കറിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ ചെറിയ അനക്കങ്ങൾ നമ്മുടെ തുറമുഖത്ത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ 20 ഏക്കർ സ്ഥലം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് വളരെ ഗൗരവത്തോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ മേഖല എന്താണെന്ന് മനസ്സിലാക്കണം. ഏഷ്യൻ ഷിപ്സ് ആൻഡ് ഷിപ്പ് ബങ്കറിംഗ് ഇൻ ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലുള്ള കപ്പലുകൾ, ഏഷ്യയിൽ ഓൺ ചെയ്തിരിക്കുന്ന ഇപ്പോൾ കോസ്കോ, എവർഗ്രീൻ, യാങ്മിൻ, തൈവാനിലെ തന്നെ വലിയ കമ്പനികളാണ് ഇവരൊക്കെ. അതുപോലുള്ള കപ്പൽ അവരുടെ ആവശ്യത്തിന് പുറമെ ഷിപ്സ് ബങ്കറിംഗ് ഇൻ ഏഷ്യ ഇവിടെ വന്ന് ഇപ്പോൾ MSCയുടെ ആവാം, അല്ലെങ്കിൽ മേഴ്സ്കിൻ്റെ ആവാം, CMA CGMൻ്റെ, അവർ ഏഷ്യയിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ബങ്കർ ഫ്യൂവൽ എടുക്കുന്ന. അങ്ങനെ ഏഷ്യൻ ഷിപ്സ് ആൻഡ് ഷിപ്സ് ബങ്കറിംഗ് ഇൻ ഏഷ്യ കൺസ്യൂം റഫ്ലി 70-80 മില്യൺ മെട്രിക് ടൺ ഓഫ് ബങ്കർ ഫ്യൂവൽ പെർ ഇയർ. ഓരോ വർഷവും എടുക്കുന്നതാണ് 70-90 കോടി അല്ലെങ്കിൽ 9 കോടി മെട്രിക് ടൺ. അപ്പം ഇത് നമ്മളിപ്പോൾ 20 ഏക്കർ എടുക്കുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവിടെ ഓയിൽ ഫാം തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് എത്രത്തോളം സാധ്യത നമുക്ക് തരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ അവർക്കൊരു വേ അല്ലെ, ഗേറ്റ് വേ, അവരുടെ 20 ഏക്കർ ലാൻഡിലോട്ടുള്ള എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അത് സംബന്ധിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? റൈറ്റ് ടു വേ ആണ്, റൈറ്റ് വേ എന്നാണ്. റൈറ്റ് ടു വേ, അതിൻ്റെ പ്രവേശിക്കാനും ഇറങ്ങാനുമുള്ള കവാടങ്ങൾ, അത് സംബന്ധിച്ചാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒന്നാമത്തത്, നമ്മുടെ ഇവിടെ ഈ ബങ്കർ ഓയിൽ വരേണ്ടത് ബോംബെയിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ അല്ലെങ്കിൽ അത് അംബാനിയുടെ റിഫൈനറിയിൽ നിന്നൊക്കെയാണ് വരേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചിയിൽ ഇപ്പോൾ കപ്പലുകൾക്ക് കൊടുക്കുന്ന ബങ്കർ ഓയിൽ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുംബൈ, ഇനി മംഗലാപുരം റിഫൈനറിയിലുണ്ടോ എന്നറിയില്ല. എന്തായാലും കപ്പലിൽ വേണം ഇത് വരാൻ. അങ്ങനെ വരുന്ന കപ്പലുകൾ, ഇന്ത്യൻ ഓയിലിന് വേണ്ടി ബങ്കർ ഫ്യൂവൽ കൊണ്ടുവരുന്ന കപ്പലുകൾ നമ്മുടെ ബർത്തിൽ, കണ്ടെയ്നർ ബർത്തിലാവണമെന്നില്ല, ലിക്വിഡ് ബർത്ത്, അപ്പുറത്ത് ബ്രേക്ക് വാട്ടർ സൈഡ് ലിക്വിഡ് ബർത്ത് ഉണ്ട്. ആ ലിക്വിഡ് ബർത്തിൽ ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ് ചെയ്യുന്നതിന് പൈപ്പ് കണക്ടിവിറ്റി വേണം. ഈ ടാങ്ക് ഫാമിലോട്ടുള്ള കണക്ടിവിറ്റി, അതാണ് ഈ പറയുന്ന റൈറ്റ് ടു വേ എന്ന് പറയുന്ന അവർക്കുള്ള അവകാശം, അല്ലെങ്കിൽ അവർക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ. നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡും IOCയും അദാനിയുമായിട്ട് അക്കാര്യത്തിൽ ധാരണയുണ്ടാവണം. അതാണ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ ഓയിൽ, റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ, കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്ത് ടാങ്ക് ഫാമിൽ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യം. 2, അവിടെ നിന്ന് ഈ ടാങ്ക് ഫാമിൽ നിന്ന് ബർത്തിൽ അടുത്തിരിക്കുന്ന കപ്പലിന് നേരെ പമ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കണക്ടിവിറ്റി ബർത്തിൽ തന്നെ ഉണ്ടാവണം. ഈ 2000 മീറ്റർ ബർത്ത് വരുന്നിടത്ത് എക്സസ് ഉണ്ടാകുന്ന തരത്തിൽ അവർക്ക് അതിനുള്ള സൗകര്യം വേണം. മൂന്നാമത്തത്, ഈ കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
മറുവശത്ത് ബാർജ് വന്ന് ഇവർക്ക് ബങ്കർ ഓയിൽ കൊടുക്കാം. 3 കാര്യമാണ് പ്രധാനമായിട്ടും കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ വിസിൽ എന്ന് പറയുന്ന കമ്പനി IOCയുമായിട്ടും അദാനിയുമായിട്ടും ചർച്ച ചെയ്യുന്നത്. 4ാമത്തെ ഒരെണ്ണം നമ്മുടെ ഓഫ് ഷോറിൽ കൂടി പോകുന്ന കപ്പലുകൾക്ക് കൊടുക്കുന്ന തരത്തിൽ ബാർജ് വഴി ഓഫ് ഷോറിൽ സപ്ലൈ ചെയ്യണം. അതിന് നമ്മുടെ ഫിഷിംഗ് ഹാർബർ ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ പല വിധത്തിൽ എത്രയാണെന്നറിയാമോ? നേരത്തെ പറഞ്ഞത് 70-90 മില്യൺ മെട്രിക് ടൺ ആണെങ്കിൽ സിംഗപ്പൂർ ഹാൻഡിൽ ചെയ്തത് കഴിഞ്ഞ വർഷം ഹാൻഡിൽ ചെയ്തത് 56.77 മില്യൺ ആണ്, 5,70,00,000. റോട്ടർഡാം 9.8 മില്യൺ. നമ്മുടെ ഫുജേറയെ സംബന്ധിച്ച് വ്യക്തമായ കണക്കില്ല, എന്നാലും 7-9 മെട്രിക് ടൺ വരാമെന്നാണ് അനൗദ്യോഗികമായ ഒരു കണക്ക്. 10 മെട്രിക് ടൺ എന്നും പറയുന്നുണ്ട്. 2ാം സ്ഥാനം ഫുജറയാണ്, 3ാം സ്ഥാനം റോട്ടർഡാം എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ സംഖ്യയൊന്നും പറയുന്നില്ല, നമുക്ക് ലോകത്തിലെ നമ്പർ 1 അതിനേക്കാൾ കുറഞ്ഞൊന്നുമില്ല. നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ 1ാം സ്ഥാനമാണ് ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ പറഞ്ഞ 70-80 മില്യൺ മെട്രിക് ടൺ ആവശ്യമുള്ളിടത്ത് അതിൻ്റെ ബഹുഭൂരിപക്ഷം ബങ്കർ ഓയിലും നൽകുന്ന ഒരു തുറമുഖമായിട്ട്, ഒരു ഓഫ് ഷോറായിട്ട് TRV മാറ്റാനുള്ള ഒരു റോഡ് മാപ്പ് കേരള സർക്കാർ, വിസിൽ, അദാനി എല്ലാവരും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എല്ലാവരും ചേർന്ന് സൃഷ്ടിക്കണം എന്നാണ് സെയിലിംഗ് കമ്മിറ്റിക്ക് നൽകുവാനുള്ള ഒരു അഭ്യർത്ഥന. നമുക്ക് എല്ലാ മാസവും തുടക്കത്തിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിഗേഴ്സ്, ഗ്രാഫ്സ് ഒക്കെ നൽകുന്ന നൗഫൽ ഒരു വീഡിയോ അയച്ചു തന്നു. 18-ാം തീയതി കണ്ടെയ്നറുകൾ പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ തിരക്ക് കണ്ടെയ്നറുകൾ കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഈ വിഷ്വൽ കാണുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യമാകും. ഗവൺമെൻറ് ജനങ്ങളെ ദുരിതത്തിലാക്കാതെ അവിടെയുള്ള ഒരു മേൽപ്പാലം പണിയാനുണ്ട്. പല മേൽപ്പാലങ്ങൾ ഇപ്പോൾ ഇതിനടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടിയന്തിരമായി അത്തരം മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം ദുരിതമാകും. അത് മാത്രമല്ല, അവരെല്ലാവരും ശമിക്കാൻ പോകുന്നത് നമ്മുടെ തുറമുഖത്തെ ആയിരിക്കും. അത് നമ്മുടെ തുറമുഖത്തിന് ഒരു നല്ല ലക്ഷണമായിരിക്കില്ല. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തിരമായി ഈ വിഷ്വൽ, ഇത്തരം കാഴ്ചകൾ, മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രി മിക്കവാറും അവിടെ നിന്ന് ഈ ബൈപ്പാസിൽ കൂടി ബഡ്ജറ്റ് രേഖയൊക്കെ തയ്യാറാക്കാൻ പാഞ്ഞു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് അല്ലെങ്കിൽ അത്തരം യാത്രകൾക്ക് പൈലറ്റും റോഡിൽ ഇറങ്ങി നിന്ന്, പോലീസ് ഇറങ്ങി നിന്ന് വാഹനങ്ങൾ മാറ്റി സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഈ തിരക്ക് അനുഭവപ്പെടണമെന്നില്ല. പക്ഷെ സാധാരണക്കാരും സാധാരണ കണ്ടെയ്നറും ഒക്കെ ഈ തിരക്കിൽ പെട്ടുപോയാൽ, ആംബുലൻസ് ഉൾപ്പെടെയുള്ളത് പെട്ടുപോയാൽ എന്തായിരിക്കുമെന്നുള്ള അവസ്ഥ മുൻകൂട്ടി കാണാൻ വലിയ കഴിവുകളൊന്നും വേണ്ട. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ, തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രത്യേക ചാർജുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ CP ജോൺ, സ്ഥലം MLA, MP എല്ലാവരും അടിയന്തരമായി ഇക്കാര്യം ചർച്ച ചെയ്യണം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അടിയന്തര പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് സെയിലിംഗ് കമന്ററിക്ക് ഈ വിഷ്വൽ, നൗഫലിന്റെ ഈ വിഷ്വൽ കണ്ടപ്പോൾ, അതിനു മുമ്പ് തന്നെ ഇതിന്റെ ഗൗരവം അറിയാം, എന്നാൽ പോലും ഈ വിഷ്വൽ കൂടി കണ്ടപ്പോൾ അത്രയും കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി. ഇപ്പോഴും എനിക്ക് ആ വാഷിങ്ടൺ കപ്പൽ അൺബർത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ കഥ, ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. മിക്കവാറും നാളെ അത് പറയാൻ കഴിഞ്ഞേക്കും.